ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ 2024 PSC ചോദിച്ച ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമായിട്ട് നമ്മൾ പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പാർട്ട് 2 ആണ്. ആദ്യത്തെ കണ്ടിട്ട് വേണം നമ്മൾ രണ്ടാമത്തിലേക്ക് വരാൻ. കാര്യം ആദ്യത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഫാക്ട്സുകളൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് ആണോ? എവിടെ നിന്നാണ്? ഇത് തെറ്റാണ്. എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടത്? അയർലൻഡിൽ നിന്നാണ്. കോടതിയെ സമീപിക്കാവുന്നതാണ്. അല്ല. കാര്യം എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്താണ്? ന്യായവാദത്തിന് അർഹമല്ല എന്ന് ആർട്ടിക്കിൾ 37 പ്രകാരം പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇതും തെറ്റായ പ്രസ്താവനയാണ്. ഇനി വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് കറക്റ്റാണ്. അതേപോലെ അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. അതും കറക്റ്റാണ്. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 51. വില്ലേജ് പഞ്ചായത്തുകൾ, അതായത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 40 അതായത് നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ മറ്റൊന്നുണ്ട്, ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. അതായത് നീതിന്യായവും അതേപോലെ തന്നെ കാര്യനിർവഹണ വിഭാഗവും തമ്മിൽ വേർതിരിക്കണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 50 എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ഇവിടെ തെറ്റായ പ്രസ്താവനയാണ്. സോ 1ഉം 2ഉമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമവർത്തി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ കൺകറൻറ്റ് ലിസ്റ്റിനെയാണ് സമവർത്തി ലിസ്റ്റ് എന്ന് പറയുന്നത്. സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട നിയമം നിർമ്മിക്കുവാൻ പാർലമെൻറ്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്നതാണ് അനുച്ഛേദം 248 എന്ന് പറഞ്ഞാൽ എന്താണ്? അവശിഷ്ടാധികാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അവശിഷ്ടാധികാരം. അതായത് എന്താണ്? ഇതിലൊന്നിലും പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ നമ്മൾ തീരുമാനം എടുക്കണ്ടേ. അപ്പോൾ അതിന് അധികാരം എപ്പോഴും പാർലമെൻറ്റിനായിരിക്കും. ഇനി ഈ അവശിഷ്ടാധികാരം എന്ന ആശയം നമ്മൾ കടം കൊണ്ടത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. കാനഡയിൽ നിന്ന് കടം കൊണ്ട് മറ്റേതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെയുള്ളത് ഫെഡറൽ സംവിധാനം, അതേപോലെ തന്നെ ഗവർണറുടെ നിയമനം. ഇതൊക്കെ എവിടെ നിന്നാണ്? നമ്മൾ കാനഡയിൽ നിന്ന് കടം കൊണ്ട ആശയങ്ങളാണ്. ഓക്കെ, അപ്പോൾ അവശിഷ്ടാധികാരം ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 248. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും. ശരിയാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293. ഇതും ശരിയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു റിപ്പോർട്ട് പാർലമെൻറ്റിന് സമർപ്പിക്കണം. തെറ്റാണ്. UPSC ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്? അത് നമ്മുടെ രാഷ്ട്രപതിക്കാണ് UPSC എപ്പോഴും റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങളാണ്. ഇതും തെറ്റാണ്. എത്ര അംഗങ്ങളാണ്? 5 അംഗങ്ങളാണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലേ? അപ്പോൾ സോ ആൻസർ വരുന്ന ഓപ്ഷൻ ബി 1 and 2 ആണ് ഇവിടെ ശരിയായി വരുന്നത്. ഇനി ജസ്റ്റ് നമുക്ക് ഈ പട്ടികവർഗ കമ്മീഷനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. പട്ടികജാതി കമ്മീഷൻ, പട്ടികജാതി എന്ന് പറയുന്നത് പട്ടികജാതിയുമുണ്ട്, അതേപോലെ പട്ടികവർഗ കമ്മീഷനുമുണ്ട്. നമുക്കറിയാം രണ്ടും ആദ്യം എന്തായിരുന്നു? പട്ടികവർഗ കമ്മീഷൻ എന്നൊരു ഒറ്റ പേരിലായിരുന്നു. പിന്നീട് അതെന്താക്കി മാറ്റുന്നുണ്ട്? ഒരു അമെൻമെൻറ്റിലൂടെയാണ് അത് മാറ്റുന്നത്. അതായത് ഇത് രണ്ടും നിലവിൽ വന്ന വർഷം അപ്പോൾ ഏതാണ്? 2004 രണ്ടും നിലവിൽ വന്നത്. അതിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 പേര് വീതമാണ് അംഗങ്ങളുടെ എണ്ണം. കാലാവധി എത്രയാണ്? കാലാവധി എന്ന് പറയുന്നത് രണ്ടിനും എത്രയാണ്? 3 വർഷമാണ്. ഇത് അംഗങ്ങളാണ്. ഇനി ഇത് രണ്ടിൻ്റെയും ആസ്ഥാനം എവിടെയാണ്? ലോക് നായക് ഭവനാണ് രണ്ടിൻ്റെയും ആസ്ഥാനം. ഇത്രയും കാര്യം രണ്ടിനും കോമൺ ആണ്. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? ആദ്യ അധ്യക്ഷന്മാരെ നോക്കാം. ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത്, അതായത് പട്ടികജാതി കമ്മീഷൻ്റെ, ഇതിവിടെ SC ആണ്, ഇവിടെ ST ആണ്. പട്ടികജാതി കമ്മീഷൻ, ഇത് പട്ടികവർഗ കമ്മീഷൻ. ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് സൂരജ് ബാൻ. ഇനി പട്ടികവർഗ കമ്മീഷൻ ആകുമ്പോഴേക്കും ആരായിരുന്നു? അത് കൻവർ സിംഗ്. ഇനി നിലവിലെ അധ്യക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ആരാണ്? കിഷോർ മക്വാന.
കിഷോർ മക്വാനയാണ് നിലവിലെ അധ്യക്ഷൻ. പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷനാണ് കിഷോർ മക്വാന. അതായത് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന വിജയ് സാപ്ല മാറി, നമ്മളെല്ലാവരും കോമൺ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും വിജയ് സാപ്ല മാറിയിട്ട് ആര് വന്നു? കിഷോർ മക്വാന വന്നു. അതേപോലെ പട്ടികവർഗ കമ്മീഷൻ ആകുമ്പോഴേക്കും വരുന്നതാണ് അന്തർ സിംഗ് ആര്യ എന്ന വ്യക്തിയാണ്. അതാരാണ്? ഹർഷ് ചൗഹാൻ മാറിയിട്ട് പുതിയതായിട്ട് വന്നതാണ് ആര്? അന്തർ സിംഗ് ആര്യ എന്ന് പറയുന്നത്. അപ്പോൾ കിഷോർ മക്വാന, അന്തർ സിംഗ് ആര്യ രണ്ടും പഠിച്ചു വെക്കുക, കറണ്ട് അഫെയറും കൂടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നു? ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ അത് ഏത് ലിസ്റ്റിലാണ്? നമുക്ക് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? 44ാമത് ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. തെറ്റാണ്. നമുക്കറിയാം 42ാം ഭേദഗതിയാണ് ആമുഖത്തെ നമ്മൾ ഭേദഗതി 42ാം ഭേദഗതിയിലൂടെയാണ് നമ്മൾ ആമുഖത്തിൽ മാറ്റം വരുത്തുന്നത്. അതിലൂടെ നമ്മൾ എന്താണ് 3 വാക്കുകളാണ് കൂട്ടിച്ചേർത്ത്. ഏതൊക്കെയായിരുന്നു? സോഷ്യലിസ്റ്റ്, അതേപോലെ സെക്കുലാരിസം, അതേപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി എന്നീ 3 വാക്കുകളും കൂടി നമ്മളതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. 52ാമത് ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്നത്. അതും തെറ്റല്ലേ? ഏതാണ്? 42ാം ഭേദഗതിയിലൂടെ തന്നെയാണ്. നമുക്കറിയാം എത്ര ഭേദഗതി? 10 മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്നത് 42ാം ഭേദഗതിയാണ്. അതായത് ഭാഗം 4ഉം 51A മൗലിക കടമകളെ പറ്റി പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഈ 42ാം ഭേദഗതി പ്രകാരമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ. ഇന്ന് നടന്ന എസ് ഐയുടെ മെയിൻസിൽ ചോദിച്ചതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ വരാനിടയായ ഭേദഗതി ഏതാണെന്ന്. അത് ഏതാണ്? അത് 42ാം ഭേദഗതിയാണ്. 73ാം ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് രാജ് സമ്പ്രദായം. ശരിയാണ്. 74ാമത് ഭേദഗതി പ്രകാരമാണ് നഗരപാലിക ബില്ല് നടപ്പിലാക്കിയത്. അതും ശരിയാണ്. സോ 3ഉം 4ഉമാണ് ഇവിടെ ശരി. ഓപ്ഷൻ സി ആണ് ആൻസർ. നിങ്ങൾ പഠിക്കേണ്ടത് പഞ്ചായത്ത് രാജ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അതേപോലെ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് അതും നന്നായിട്ട് പഠിക്കുക. കാര്യം ഈ 2024 ചോദിച്ചിരിക്കുന്ന മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു റിപ്പീറ്റ് ടോപ്പിക്കാണ് ഈ തന്നിരിക്കുന്ന 2 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ശരിയാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. അതും ശരിയാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ എത്രയാണ്? 9 വനിതകളായിരുന്നു ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികൾ എത്രയായിരുന്നു? മലയാളികൾ മൊത്തം 17 നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനമല്ല പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യ സമ്മേളനത്തിൽ 207 പേരെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാം അതിന് മുമ്പ് ആദ്യം ഒരു സഭ വിളിച്ചു കൂട്ടി സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട്. അതിൽ ഉണ്ടായ മലയാളികൾ എന്ന് പറഞ്ഞാൽ 17 മലയാളികളും അതിലെ വനിതകൾ എന്ന് പറയുന്ന 3 പേരാണ്. ആരൊക്കെയായിരുന്നു? ആനി മസ്ക്രീൻ, അതേപോലെ തന്നെ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ 3 പേരുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഓഡ് 1 ഔട്ടായിട്ട് വേറൊരു പേരും കൂടി തന്നിട്ട് ഈ 3 പേരും ഉണ്ടായിരുന്നു. വേറെ ഒരാളുടെയും കൂടി പേരും കൂടി തന്നിട്ട് ഓഡ് 1 ഔട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം റീസൺ ഇതാണ്, ഇവർ 3 പേരും ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളായ മലയാളി സ്ത്രീകളാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്ന ഏതാണ്? എയും ബിയുമാണ് ശരി. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ്. ഓക്കെ, അത് നമുക്കറിയാം. പക്ഷെ അത് ഏതാണ്? 1988 അല്ല, 1989. അതേപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ മലയാളി വനിതയാണ്. ശരിയാണ്. കേരള ഹൈക്കോടതിയുടെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജിയാണ്. അതും ശരിയാണ്. അന്തരിച്ചത് 2023 നവംബർ 22 അല്ല, നവംബർ 23. ഞാൻ നേരത്തെ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 23 കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായതാണ്. സോ 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. ഫാത്തിമ ബീവിയെ പറ്റി നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ്, തമിഴ്നാട് ഗവർണറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തമിഴ്നാട് ഗവർണറായി സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു. അതേപോലെ 2023 ഫാത്തിമ ബീവിക്ക് കേരളപ്രഭ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേരളപ്രഭ. 2024 എന്ത് ലഭിച്ചു? പത്മഭൂഷൺ ലഭിച്ചു. മരണാനന്തര ബഹുമതിയായിട്ട് പത്മഭൂഷൺ ലഭിച്ചത് 2024.
അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 358 ആർട്ടിക്കിൾ 358. അനുച്ഛേദം 19 എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലിക സ്വാതന്ത്ര്യങ്ങൾ, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി പറയുന്നതാണ് എന്ത്? നമ്മുടെ ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. അത് അടിയന്തരാവസ്ഥ കാലത്ത് അത് റദ്ദ് ചെയ്യണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 358. നിലവിലെ UPSC ചെയർമാൻ ആരാകുന്നു? നിലവിലെ UPSC ചെയർമാനാണ് മനോജ് സോണി. മനോജ് സോണിയാണ് നിലവിലെ UPSC ചെയർമാൻ എന്ന് പറയുന്നത്. മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നതാണ് ഇത് UPSC എന്ന് പറഞ്ഞാൽ. മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരനാണ് നമ്മുടെ UPSC. ഓക്കെ, അതേപോലെ തന്നെ UPSC വേണമെന്ന് ശുപാർശ ചെയ്തൊരു കമ്മീഷനുണ്ട്. അതാണ് ലീ കമ്മീഷൻ. ഏത് വർഷമാണ് അവർ റിപ്പോർട്ട് സമർപ്പിച്ചത്? 1924 റിപ്പോർട്ട് സമർപ്പിച്ച ലീ കമ്മീഷൻ. ഈ ലീ കമ്മീഷൻ തന്നെയാണ് റോയൽ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. റോയൽ കമ്മീഷൻ എന്നറിയപ്പെടുന്നതും എന്താണ്? ഈ ലീ കമ്മീഷനാണ്. ഓക്കെ, അതേപോലെ തന്നെ UPSC നിലവിൽ വരാൻ കാരണമായ നിയമം ഏതാണ്? അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് UPSC നിലവിൽ വന്നത്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ആണ് നമുക്ക് പറയാനുള്ളത് ആദ്യ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? റോസ് ബാക്കറാണ് UPSCയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ആദ്യ ചെയർമാനായി ഇന്ത്യക്കാരൻ, അതായത് 50-ന് ശേഷം എന്താകുന്നുണ്ട്? അത് UPSC ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആദ്യ ചെയർമാനായി ഇന്ത്യക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് HK കൃപലാനി. JB കൃപലാനിയായിട്ട് മാറിപ്പോകരുത്. ഇത് HK കൃപലാനിയാണ് UPSCയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ. ഇനി അടുത്തത് ചെയർപേഴ്സണായ ആദ്യ വനിത എന്ന് ചോദിച്ചാൽ ആരാണ്? ആദ്യ വനിത ചോദിച്ചു കഴിഞ്ഞാൽ അത് റോസ് മിലൻ ആണ്. റോസ് മിലൻ ബഥ്യം, അതായത് റോസ് മിലൻ. ഓക്കെ, റോസ് മിലനാണ് ആദ്യ വനിത എന്ന് പറയുന്നത്. ഇനി ഈ UPSCയിൽ അംഗമായ മലയാളി ഉണ്ട്. UPSCയിൽ അംഗമായ മലയാളി, അംഗമാണ്, ചെയർമാൻ അല്ല, ജസ്റ്റ് അംഗമായ മലയാളിയാണ് ആരാ? KG അടിയോടി എന്ന് പറഞ്ഞാൽ UPSCയിൽ അംഗമായ മലയാളിയാണ്. ഇനി UPSCയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ധോൽപൂർ ഭവനാണ്. ധോൽപൂർ ഭവൻ, ഡൽഹിയിലുള്ള ധോൽപൂറാണ് UPSCയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകളിൽ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചു 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ശരിയാണ്. അതിൽ ചില സംസ്ഥാനങ്ങൾ, നമ്മുടെ കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ അത് 50% ഉയർത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. 11ാം പട്ടിക കൂട്ടിച്ചേർത്തു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. 12ാം പട്ടിക എന്താണ്? നഗരപാലിക നിയമവുമായി ബന്ധപ്പെട്ട്. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ഇതും ശരിയാണ്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷനും വാർഡ് മെമ്പറുമാണ്. ഇതാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. ഇവിടെ എന്താണ്? തിരിഞ്ഞുപോയല്ലേ? ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറും അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. ഓക്കെ, അതേപോലെ നമുക്കറിയാം 3 മാസത്തിലൊരിക്കലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഗ്രാമസഭ വിളിച്ചു ചേർക്കേണ്ടത്. അതിൻ്റെ 243A ആണ് അതിൻ്റെ ക്വാറം എന്ന് പറയുന്നത്. 243A ആണ് ക്വാറമല്ല, ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ഞാൻ ആൻസർ മാർക്ക് ചെയ്ത് മാറിപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലനേഷനിൽ ഞാൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് ആൻസർ മാർക്ക് ചെയ്തപ്പോൾ തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 243A ആണ് ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്രാമസഭ വിളിച്ചു ചേർക്കാനുള്ള ക്വാറം എത്രയാണ്? അത് ആകെ അംഗസംഖ്യയുടെ 1/10, 10-1 ആൾക്കാർ എന്ത് ചെയ്യണം? ആ ഒരു ഗ്രാമസഭയിലുണ്ടാണ്. അതാണ് ക്വാറം എന്ന് പറയുന്നത്. ഇനി ക്വാറം തികയാതെ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് മിനിമം എത്ര ഉണ്ടാവണം? 50 അംഗങ്ങൾ അതിൽ ഉണ്ടായിരിക്കണമെന്നും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് കേരളത്തിലെ പഞ്ചായത്ത് രാജ് ദിനം എന്ന് പറയുന്നത്? അത് ഫെബ്രുവരി 19 ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. 1993 ഏപ്രിൽ 24 എന്ത് സംഭവിക്കുന്നത്? പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുന്നത്. പഞ്ചായത്ത് രാജ് നിയമം. അതുകൊണ്ടാണ് ഏപ്രിൽ 24 എന്ന് പറയുന്ന ദിവസം എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ പഞ്ചായത്ത് രാജ് ദിനം. ഓക്കെ, ഇത്
2010 മുതലാണ് ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. അതിനു മുമ്പ് ഏതായിരുന്നു? ഫെബ്രുവരി 19. എന്താണ് ഫെബ്രുവരി 19ൻ്റെ പ്രത്യേകത? അത് നമ്മുടെ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബൽവന്ത് റായ് മേത്തയുടെ ജന്മദിനമാണ്. ബൽവന്ത് റായ് മേത്തയുടെ ജന്മദിനമാണ്. ഓക്കെ, ഇനി ഈ പറയുന്ന ഏപ്രിൽ 23 പ്രത്യേകതയുണ്ട്. എന്താണ്? നമുക്കറിയാം 1994 ഏപ്രിൽ 23 കേരളത്തിലെ എന്ത് വരുന്നത്? ത്രിതല പഞ്ചായത്ത് രാജ്, കേരള ത്രിതല പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുന്നത്. കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് രാജ് നിയമം ഏപ്രിൽ 23. അപ്പോൾ ഈ 23 ഇത് പഠിച്ചവർക്ക് നേരെ ചിലപ്പോൾ ഏപ്രിൽ 23 പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഏപ്രിൽ 23 ഒരു തവണ നമ്മുടെ 2013 നമ്മുടെ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിച്ചത് ഏപ്രിൽ 23 വീണ്ടും അത് എന്ത് ചെയ്യുന്നുണ്ട്? ഫെബ്രുവരി 19 തന്നെ മാറ്റി. ഇപ്പോൾ നിലവിൽ കേരളത്തിലെ പഞ്ചായത്ത് രാജ് ദിനം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഫെബ്രുവരി 19. അപ്പോൾ ഏപ്രിൽ 24 എന്താണ്? ദേശീയ പഞ്ചായത്ത് രാജ് ദിനമാണ്. 1994 ഏപ്രിൽ 23 എന്ത് സംഭവിക്കുന്നത്? കേരള ത്രിതല പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവന എന്താണ്? യോജിക്കുന്നതാണ് നമുക്ക് വേണ്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലായിരുന്നു. എന്താണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയായിരുന്നു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അനുസരിച്ചിട്ടായിരുന്നു പ്രവിശ്യകളിലൊക്കെ വോട്ടെടുപ്പ് നടന്നിരുന്നത്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ശരിയായ പ്രസ്താവനയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്രയായിരുന്നു? 17 വനിതകളാണ് ഉണ്ടായിരുന്നത്. മൊത്തം 17 മലയാളികളും അതിൽ മൊത്തം 17 വനിതകളും. ഈ 17 മലയാളികളിൽ 3 വനിതകളുണ്ടായിരുന്നു. ഓക്കെ, തിരിഞ്ഞു പോകരുത്. വനിതകളുടെ എണ്ണവും അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ആകെ വനിതകളുടെ എണ്ണവും ആകെ മലയാളികളുടെ എണ്ണവും എത്രയാണ്? 17. ഈ ഭരണഘടന വനിതകളുടെ എണ്ണം ഈ 17 നിന്ന് ഇന്ത്യ വിഭജനം നടന്നതിന് ശേഷം അത് 15 മാറുന്നും കൂടിയുണ്ട്. ഓക്കെ, ഭരണഘടനയുടെ അന്തിമ കരടെന്ന് അപ്പം ഇത് തെറ്റാണ്. ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26 ഇതും ശരിയാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 2 and 4 ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഈ നവംബർ 26 പ്രത്യേകത എന്തൊക്കെയാണ്? നമ്മുടെ ദേശീയ നിയമദിനമാണ് നവംബർ 26, ദേശീയ നിയമദിനം. അതേപോലെ ദേശീയ ഭരണഘടനാ ദിനവും എന്നാണ്? ദേശീയ ഭരണഘടനാ ദിനവും നമ്മുടെ നവംബർ 26 ഭരണഘടനാ ദിനം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നൊക്കെ മലയാളീകരിച്ച് വരുമ്പോഴുള്ള വ്യത്യാസമാണ്. അപ്പം ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കോടുകൂടിയാണ് ആമുഖം ആരംഭിക്കുന്നത്. ശരിയാണ്. നമുക്ക് വേണ്ടത് യോജിക്കുന്ന പ്രസ്താവനയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയമാണ്. ശരിയാണ്. നമുക്കറിയാം ലക്ഷ്യപ്രമേയവുമായി ബന്ധപ്പെട്ടാണ് ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത് ലക്ഷ്യപ്രമേയമായിരുന്നു. 1976 42 ഭരണഘടനാ ഭേദഗതിയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം കൂട്ടിച്ചേർത്തു. എന്തൊക്കെയായിരുന്നു? സോഷ്യലിസ്റ്റ്, സെക്യുലർ, അതേപോലെ തന്നെ ഇൻ്റഗ്രിറ്റി എന്നീ 3 വാക്കുകളാണ് 1976 42 ഭേദഗതി പ്രകാരം നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. ആണോ? അല്ല, അത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ആമുഖം എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. സോ ഇവിടെ എന്താണ്? 1, 2, 3 ശരി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യോജിക്കുന്നതല്ലേ? സോ എന്താണ്? യോജിക്കുന്ന പ്രസ്താവനയാണ്. 1, 2, 3 എന്നിവയാണ് ശരിയായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗമാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഏത് ഭാഗമാണ്? ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് ഇന്ത്യൻ പൗരത്വത്തെ പറ്റി നമ്മൾ പ്രതിപാദിക്കുന്നതെന്ന് പറയുന്നത്. അതേപോലെ ഇന്ത്യ വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം ഏതാണ്? അത് ഏക പൗരത്വം എന്ന വ്യവസ്ഥയാണ് കേട്ടോ. ഏക പൗരത്വം. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാരായിരുന്നു? അത് LM സിംഗ്വി കമ്മിറ്റിയാണ് ഇരട്ട പൗരത്വം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇന്ത്യയിൽ നിലവിൽ എന്താണ്? ഏക പൗരത്വ വ്യവസ്ഥയാണ്. സോ ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണ്? അത് ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 32. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ 73-ാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമവ്യവസ്ഥ ചെയ്യുന്നു. ശരിയാണ്. പഞ്ചായത്തിൻ്റെ 3 തലങ്ങളിലും 5 വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഇതും ശരിയാണ്. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്?
ഇനി വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ചുമതല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശരിയാണോ? അല്ല. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത് എന്താണ്? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3 കുറയാത്തത് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം. ഇതും ശരിയാണ്. അപ്പോൾ ആൻസർ ഏതൊക്കെയാണ്? 1, 2, 4 എന്നിവയാണ് ശരി. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആർട്ടിക്കിൾ എത്രയാണ്? 315 മുതൽ 323 വരെ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർട്ടിക്കിൾ എത്രയാണ്? 324 മുതൽ 329 വരെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അറ്റോർണി ജനറലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 76. സോ നീതി ആയോഗിനാണ് നമുക്ക് എന്താ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വെച്ചിട്ട് നമ്മൾ നീതി ആയോഗ് പഠിക്കുമ്പോൾ പഠിക്കുന്നില്ല. സോ നീതി ആയോഗ് എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമല്ലാത്തതാണ്. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെൻറ്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106 ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേരാണ് എന്ത്? നോക്കിക്കേ, നാരി ചുനാവ് ആരക്ഷൺ അധിനിയം, നാരി ശക്തി അധിനിയം. ഇത് കാണുമ്പോൾ ഒന്ന് ചാടി വീഴാനുള്ള ടെൻഡൻസി ഉണ്ടാകും. പക്ഷെ എന്താണ്? നാരി ശക്തി അധിനിയമല്ല, നാരി ശക്തി വന്ദൻ അധിനിയം. പേര് കാണുമ്പോഴേക്കും തെറ്റിപ്പോകരുത്. നമ്മൾ ഇത്രയും വായിച്ച അധിനിയം കാണുമ്പോഴേ നമ്മളങ്ങ് ചാടി വീഴും. പക്ഷെ എന്താണ്? അതിനുവേണ്ടി തന്നെയാണ് അവർ ഓപ്ഷൻ ബി ആയിട്ട് അത് തന്നിരിക്കുന്നത്. നാരി ശക്തി വന്ദൻ അധിനിയമാണ് എന്ത്? 106 ഭേദഗതി ബില്ലിന് നൽകിയിരിക്കുന്ന പേര്. ഇനി 106 ഭേദഗതിയാണ്. അതിൽ 128 ഭേദഗതി ബില്ലാണ്. അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. 128 ഭേദഗതി ബില്ലാണ്. അതേപോലെ തന്നെ ഇതിൽ പുതിയ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആദ്യ ഇത് ചോദിച്ചാൽ ഏതാണ്? അതാണ് ഈ നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്നത്. അതായത് 33% സംവരണം ഏർപ്പെടുത്താനായിട്ട്. ആരാണ് ബില്ല് അവതരിപ്പിച്ചത്? അത് അർജുൻ റാം മേഘ്വാൾ ആണ് എന്ത്? നമ്മുടെ നാരി ശക്തി വന്ദൻ അധിനിയം എന്ന ബില്ല് അവതരിപ്പിക്കുന്നത്. അതെന്നാണ് അവതരിപ്പിക്കുന്നത്? 2023 സെപ്റ്റംബർ 19 അവതരിപ്പിക്കും. അത് ലോകസഭ പാസ്സാക്കുന്നത് 2023 സെപ്റ്റംബർ 20 ലോകസഭ പാസ്സാക്കും. രാജ്യസഭ പാസ്സാക്കുന്നത് 21. അതേപോലെ പ്രസിഡന്റ് അവസാനമായിട്ട് ഒപ്പുവെക്കുന്നത് 28. പഠിച്ചു വെക്കുക. ഈ ഡേറ്റുകളെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അർജുൻ റാം മേഘ്വാളാണ് നാരി ശക്തി വന്ദൻ അധിനിയം അവതരിപ്പിക്കുന്നത് 2023 സെപ്റ്റംബർ 19, ലോകസഭ 20, രാജ്യസഭ 21, രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് 28. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? തെറ്റായതാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത് അല്ലേ. മൗലികാവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ്, അതായത് ന്യായവാദത്തിന് അർഹമാണ്. നമുക്ക് കോടതി വഴി മൗലികാവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റും. ഇത് ശരിയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ മൗലികാവകാശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതും ശരിയായ പ്രസ്താവനയാണ്. സ്വത്തവകാശം മൗലികാവകാശമല്ല. ഇതും ശരിയാണ്. ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണോ? അല്ല, തെറ്റാണ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 21A ആണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. മൗലികാവകാശം എന്ന ആശയം നമ്മൾ കടം കൊണ്ടത് എവിടെ നിന്നാണ്? അത് USA നിന്നാണ് അത് കടം കൊണ്ടത്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് നമ്മൾ മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. നിലവിൽ എത്ര മൗലികാവകാശങ്ങളാണുള്ളത്? 6 മൗലികാവകാശങ്ങൾ അല്ലേ. തുടങ്ങിയ സമയത്തിൽ അത് 7 ആയിരുന്നു. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് 44-ാം ഭേദഗതി പ്രകാരമാണ്. 44-ാം ഭേദഗതി 1978 44-ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. ഇപ്പോൾ നിലവിൽ സ്വത്തവകാശം എന്നുള്ളത് നിയമാവകാശമാണ്. അത് 300A പ്രതിപാദിക്കുന്നത്. ഇനി വിദ്യാഭ്യാസമുള്ള അവകാശത്തെ പറ്റി പറയുന്നത് 21A ആണ്. 21A അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം. അതേതാണ്? 86-ാം ഭേദഗതി പ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. 2002 86-ാം ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമായിട്ട് 21A നിലവിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 386
നോക്കിക്കേ, സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയെപ്പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 356. അതായത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഭാഗം 18 പറയുന്നതാണ്. 352 മുതൽ 360 വരെയാണ് അടിയന്തരാവസ്ഥയെപ്പറ്റി പറയുന്നത്. സോ നമുക്കിവിടെ നോക്കിക്കേ, രാഷ്ട്രപതി ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയന്തരാവസ്ഥ വരുമ്പോഴല്ലേ രാഷ്ട്രപതി ഭരണം. സോ അതിനുള്ളിൽ വരുന്നതാണ്. സോ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 325 സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി, അതായത് നമ്മുടെ നെക്സ്റ്റ് എന്താണെന്ന് നോക്കിക്കേ, 325 നമുക്കറിയാം 324 മുതൽ 329 വരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയാണ്. സോ സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് 325 ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. അത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് 76 അറ്റോർണി ജനറൽ ആണെന്ന്. 368 എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതിയെ പറ്റി പറയുന്നതാണ് 368. സോ ഇവിടെ ഇതാണ് കറക്റ്റ്. അപ്പോൾ ആൻസർ വരുന്നത് ABCD. ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ള ശരിയായി യോജിക്കുന്ന വസ്തുതകളെ തിരിച്ചറിയുക. 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം എന്ന് പറയുന്നത് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് മാറ്റിയതാണ്, ശരിയാണ്. 86-ാം ഭരണഘടനാ ഭേദഗതി നിയമമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അതും ശരിയാണ്. 42-ാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്, അതും ശരിയാണ്. 91-ാം ഭരണഘടനാ ഭേദഗതി നിയമം കൂറുമാറ്റ വിരുദ്ധ നിയമം എന്നറിയപ്പെടുന്നത് തെറ്റാണ്. അതേതാണ്? 52-ാം ഭേദഗതിയാണ് കൂറുമാറ്റ വിരുദ്ധ നിയമം എന്നറിയപ്പെടുന്നത്, 1985. ഈ 91-ാം ഭരണഘടനാ ഭേദഗതിയും കൂറുമാറ്റവുമായി ബന്ധമുണ്ട്. പക്ഷേ കൂറുമാറ്റ വിരുദ്ധ നിയമം എന്നറിയപ്പെടുന്നത് 52 അതായത് 91 പ്രകാരം എന്ന് പറഞ്ഞാൽ അയോഗ്യനായ ഒരു MP അല്ലെങ്കിൽ MLA എന്ന് പറഞ്ഞാൽ അവരുടെ അയോഗ്യതയുടെ കാലാവധി എത്രത്തോളമാണോ അതുവരെ അവരെ ഒരു മന്ത്രിയായിട്ട് നിയമിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നില്ല. അതാണ് 91 എന്ന് പറയുന്നത്. കൂറുമാറ്റ വിരുദ്ധ നിയമം എന്ന് പറയുന്നത് 52-ാം ഭേദഗതിയാണ്, 1985. സോ ഇവിടെ ആൻസർ വരുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ ജോഡികളാണ്. 1, 2, 3 എന്നിവയാണ് ശരി. ഓപ്ഷൻ C ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളിലും 1/3 സ്ത്രീകൾ ഏതായിരുന്നു? നമ്മൾ പറഞ്ഞല്ലേ, നാരി ശക്തി വന്ദൻ അധിനിയം 106-ാം ഭേദഗതി ബില്ല് 2023 പ്രകാരമാണ്. ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതിനുള്ള ഒരു കടപ്പത്രങ്ങളെയാണ് നമ്മൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ട് നൽകാനുള്ള അധികാരം കൊടുത്തിരുന്നത് നമ്മുടെ SBIക്ക് മാത്രമായിരുന്നു. അതായത് SBI ശാഖകളിൽ പോയിട്ടാണ് നമ്മൾ ഇലക്ട്രൽ ബോണ്ട് മേടിക്കാൻ, നമ്മൾ സംഭാവന കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പാർട്ടികൾക്ക് നമുക്ക് കടപ്പത്രം കൊടുക്കാനായിട്ട് പറ്റുമായിരുന്നു. അരുൺ ജെയ്റ്റ്ലി 2017 ഈ ബില്ല് അവതരിപ്പിക്കുകയും 2018 ഇത് പാസ്സാക്കുകയും ചെയ്തു. പക്ഷേ നമ്മുടെ 2024 ആയപ്പോഴേക്കും നമ്മുടെ DY ചന്ദ്രചൂഡ് അധ്യക്ഷനായിരുന്ന ബെഞ്ച് 2024 ഫെബ്രുവരിയിൽ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നിയമവിരുദ്ധമാണെന്നും പറഞ്ഞ് അതിനെ റദ്ദാക്കുന്നുണ്ട്. സോ ഇവിടെ നോക്കിക്കേ, കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി, ശരിയാണ്. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)A പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു, ഇതും ശരിയാണ്. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു, ഇതും ശരിയാണ്. ഇവിടെ ആൻസർ വരുന്നത് എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്നൊരു ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയാണ് നമുക്ക് വേണ്ടത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആണോ? അല്ല. ആരാണ്? രാഷ്ട്രപതിയാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. സോ ഇത് തെറ്റാണ്. ഭരണഘടനയുടെ 15-ലെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ ചട്ടക്കൂടിനെ പറ്റി പ്രതിപാദിക്കുന്നു. 324 മുതൽ 329 വരെയാണ് നമ്മുടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറയുന്നത്. സോ ഇത് ശരിയായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് എന്താണ്?
ഭാഗം നമുക്ക് ശരിയല്ലേ വേണ്ടത്. അപ്പോൾ ഓൾറെഡി ഇവിടെ നമുക്ക് ഓപ്ഷനായിട്ട് എയും ബിയും സിയും ഡിയും അങ്ങനെ വരാത്തതുകൊണ്ട് നമുക്കറിയാം ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണെന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണെന്ന്. ഭാഗം 18 ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് ചട്ടക്കൂടിനെ പറ്റി പ്രതിപാദിക്കുന്നു. ആണോ? ഇത്രയും എന്തിനെ പറ്റിയാണ്? അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്നതാണ് ഭാഗം 18 352 മുതൽ 360 വരെ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ 5 മുഴുവൻ സമയ കമ്മീഷണർമാരുണ്ട്. ആണോ? ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതേപോലെ 2 ഇലക്ഷൻ കമ്മീഷണർമാരുമാണ് നമ്മുടെ ഇതിലുള്ളത്, നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത്. സോ ഇതും എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഏത് കേസാണ്? അതാണ് കേശവാനന്ദ ഭാരതി കേസ്. അതായത് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞത് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് 1973 ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞത്. എന്താണ് ബർബാറി കേസ് എന്ന് പറഞ്ഞാൽ? ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞതാണ് ബർബാറി കേസ്. അതേത് വർഷമാണ്? 1960 അതേപോലെ കേശവാനന്ദ ഭാരതി കേസാണ്. അതായത് നമ്മുടെ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് ഭേദഗതി വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് പറയുന്നത് ഈ കേശവാനന്ദ ഭാരതി കേസിലൂടെയായിരുന്നു 1973. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ്, നമ്മൾ കുറേ പറഞ്ഞു, PK തുങ്കൻ കമ്മിറ്റിയാണ്. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? അത് അതിർത്തി നിർണയ കമ്മീഷനാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി എന്ന് പറയുന്നത്? നമ്മുടെ ഗവർണറാണ്. ആർട്ടിക്കിൾ 153 ഗവർണറെ പറ്റി പ്രതിപാദിക്കുന്നത്. ഗവർണറുടെ യോഗ്യതയാണെങ്കിൽ അത് ആർട്ടിക്കിൾ 157. ഓക്കെ. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? അത് ദ്വിമണ്ഡലമുള്ള 6 സഭകളാണ് നമുക്കുള്ളത്. 6 നിയമനിർമ്മാണ സഭകളാണ്. അത് ഏതൊക്കെയാണ്? ഒന്ന് കർണാടക, അതേപോലെ ആന്ധ്രാപ്രദേശ്, അതേപോലെ തന്നെ മഹാരാഷ്ട്ര, പിന്നെയുള്ളത് ബീഹാർ, പിന്നെ UP, പിന്നെയുള്ളത് തെലുങ്കാന. ഇങ്ങനെ 6 എന്തുള്ളത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ളത് തെലുങ്കാന. ഏതൊക്കെയാണ്? കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, അതേപോലെ ബീഹാർ, UP, തെലുങ്കാന. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നോക്കിക്കുക, ഇവിടെ ഇത് 3 ഉള്ളത് ഈ ഒരു ഓപ്ഷനിലാണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് അവിടെ 2 ഉണ്ട്. എന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉണ്ട്. അപ്പർ ഹൗസ് ആണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത്, ലോവർ ഹൗസ് ആണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത്. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനായാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ പിതാവ്. അപ്പോൾ അതും കൂടി പഠിച്ചു വെക്കുക. ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ പിതാവ് ആരാണ്? തോമസ് ഹെയർ. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ പറഞ്ഞത്? അത് മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ്. മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാരി ശക്തൻ വന്ദൻ അധിനിയം ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? സെപ്റ്റംബർ 28. നമ്മൾ പറഞ്ഞാണല്ലേ 20 എന്ത് സംഭവിക്കുന്നത്? 19 അത് അവതരിപ്പിക്കുന്നു, 20 ലോകസഭ പാസ്സാക്കുന്നു, 21 രാജ്യസഭ പാസ്സാക്കുന്നു, 28 ഒപ്പു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല എന്ന് പറഞ്ഞാൽ? CISF-നാണ് പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26 ഔദ്യോഗികമായി നിലവിൽ വന്നത്. 1949 നവംബർ 26 എന്തായിരുന്നു? അത് അംഗീകരിച്ചതാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86 ഭേദഗതി. 2002 ഏത് ആർട്ടിക്കിളാണ് വന്നത്? 21A നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്നത്? ഏത് ഭാഗത്തിലാണ്? ഭാഗം 4A മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏതായിരിക്കാം? സ്വത്തവകാശം ഉൾപ്പെടാത്തതാണ്. സാംസ്കാരികം ബാക്കിയെല്ലാം എന്താണ്? മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏതിനാണ്? അത് ഓപ്ഷൻ എ ബ്രിട്ടനാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ളത് ഇന്ത്യയും, ഏറ്റവും ചെറുതാണെങ്കിൽ അത് അമേരിക്കയുമാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ.
നിലവിലെ ലോക്സഭാ സ്പീക്കറാണ് ആര്? ഓം ബിർള. ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ. ഓക്കെ, അപ്പം നമ്മുടെ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്